എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. PSC ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പാർട്ട് 9. ഒന്നാമത്തെ ചോദ്യം: ചിന്നാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? A. ഇടുക്കി, B. പാലക്കാട്, C. വയനാട്, D. കൊല്ലം. ഉത്തരം A. ഇടുക്കി. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാർ. ചിന്നാറിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ആറളം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം നെയ്യാർ. കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശം ചിന്നാർ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ. കേരളത്തിലെ ആദ്യ ദേശീയ ഉദ്യാനം ഇരവികുളം. 2. താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? A. മത്സ്യബന്ധനം, B. കന്നുകാലി വളർത്തൽ, C. വനപരിപാലനം, D. വ്യാപാരം. ഉത്തരം D. വ്യാപാരം. പ്രാഥമിക മേഖല ഊന്നൽ കൊടുത്തത് കൃഷി, ഖനനം, കന്നുകാലി സമ്പത്ത്. ദ്വിതീയ മേഖല ഊന്നൽ കൊടുത്തത് സാധനങ്ങളുടെ ഉൽപ്പാദനം, നിർമ്മാണ പ്രവർത്തനങ്ങൾ. തൃതീയ മേഖല ബാങ്കിംഗ്, ഗതാഗതം, വാണിജ്യം. പ്രാഥമിക മേഖലയുടെ അടിസ്ഥാനം കൃഷി. ദ്വിതീയ മേഖലയുടെ അടിസ്ഥാനം വ്യവസായം. മൂന്നാമത്തെ ചോദ്യം: ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം? A. ഗോതമ്പ്, B. നെല്ല്, C. ചോളം, D. ജോവർ. ഉത്തരം B. നെല്ല്. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ചിങ്ങം 1. ആകെ ഞാറ്റുവേലകളുടെ എണ്ണം 27. ഏറ്റവും ദൈർഘ്യമേറിയ ഞാറ്റുവേല തിരുവാതിര. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കാലം, നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കാലം മുണ്ടകൻ. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നെല്ല് വിള ഖാരിഫ്. കേരളത്തിൽ ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന നെല്ലിനം ഏഴോം. നാലാമത്തെ ചോദ്യം: കേരളത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിര ഏതാണ്? A. പൂർവഘട്ടം, B. സത്പുര, C. പശ്ചിമഘട്ടം, D. ആനമുടി. ഉത്തരം C. പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം കടന്നുപോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 6. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം 16. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടി. പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2012. അഞ്ചാമത്തെ ചോദ്യം: ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ഏത് സംസ്ഥാനത്താണ്? A. ജാർഖണ്ഡ്, B. ബീഹാർ, C. മധ്യപ്രദേശ്, D. പശ്ചിമ ബംഗാൾ. ഉത്തരം A. ജാർഖണ്ഡ്. ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം റഷ്യ. ഭിലായ് ഇരുമ്പുരുക്ക് ശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം റഷ്യ. ഇന്ത്യയിൽ പെട്രോളിയം ഖനനം, ശുദ്ധീകരണം എന്നിവ ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം അസം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്നത് ബോംബെ ഹൈ. ആറാമത്തെ ചോദ്യം: ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം? A. തിരുവനന്തപുരം, B. ചെന്നൈ, C. കൽക്കത്ത, D. നെടുമ്പാശ്ശേരി. ഉത്തരം D. നെടുമ്പാശ്ശേരി. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം നെടുമ്പാശ്ശേരി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങൾ ഉള്ള സംസ്ഥാനം ഗുജറാത്ത്. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥാപിതമായത് എന്ന്? 2018 ഡിസംബർ 9. ഇന്ത്യയിലെ 100ാമത്തെ വിമാനത്താവളം നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? സിക്കിം. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഏഴാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏതാണ്? A. ആര്യഭട്ട, B. ആപ്പിൾ, C. രോഹിണി, D. ഇൻസാറ്റ്. ഉത്തരം A. ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975 ഏപ്രിൽ 19.
ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം ഭാസ്കര വിക്ഷേപിച്ചത് 1979. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ 1981 ജൂൺ 19. ISROയുടെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ്. ISROയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട. തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത വർഷം 1963 നവംബർ 21. കേരളത്തിൽ തുമ്പ. 8ാമത്തെ ചോദ്യം. ഛോട്ടാ നാഗ്പൂർ എന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? എ ഒരു പർവ്വതം, ബി ഒരു പട്ടണം, സി ഒരു നദി, ഡി ഒരു പീഠഭൂമി. ഉത്തരം ഡി ഒരു പീഠഭൂമി. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി. ഡക്കാനിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന പ്രദേശം പൂനെ. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ലഡാക്ക്. 9ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്ര? എ 4123 കിലോമീറ്റർ, ബി 2413 കിലോമീറ്റർ, സി 3214 കിലോമീറ്റർ, ഡി 4312 കിലോമീറ്റർ. ഉത്തരം സി 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം 2933 കിലോമീറ്റർ. ഇന്ത്യയുടെ കര അതിർത്തി 15200 കിലോമീറ്റർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിൽ കടൽത്തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 9. ഇന്ത്യയിൽ ഏറ്റവും കുറവ് കടൽത്തീരമുള്ള സംസ്ഥാനം ഗോവ. 10ാമത്തെ ചോദ്യം. കേരളത്തിൻ്റെ ആദ്യ നിയമസഭാ സ്പീക്കർ ഇവരിൽ ആരായിരുന്നു? എ ജോസഫ് മുണ്ടശ്ശേരി, ബി ആർ ശങ്കരനാരായണൻ തമ്പി, സി ആർ ശങ്കർ, ഡി വർക്കല രാധാകൃഷ്ണൻ. ഉത്തരം ബി ശങ്കരനാരായണൻ തമ്പി. ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭാ സ്പീക്കർ ആയിരുന്ന വ്യക്തി വക്കം പുരുഷോത്തമൻ. ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ KO ഐഷഭായ്. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി സ്പീക്കറായ വ്യക്തി M വിജയകുമാർ. കാലാവധി തികച്ച ആദ്യ കേരള നിയമസഭാ സ്പീക്കർ M വിജയകുമാർ. ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും താങ്ക് യു.